പ്ലം കേക്ക് ഇനി നമുക്ക് കുക്കറിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാനത് വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ. ഞാൻ ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ഓറഞ്ച് കേട്ടോ, 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതുപോലെ അരിപ്പ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കൊടുത്താൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡിയാവും. 2 ഓറഞ്ചിൽ നിന്ന് നമുക്കിതാ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ കുതിർത്ത് വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുതിർത്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് 4 5 ഡേറ്റ്സിന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു 10 ബദാം പരിപ്പാണ് കേട്ടോ. അതിനതാ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 10 കാഷ്യൂനട്ട് കൂടെ മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കറുത്ത മുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പ്ലം കേക്ക് കാരണം നമ്മൾ എന്തായാലും ഈ കറുത്ത മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിനെ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചാൽ നന്നായിരിക്കും. ഞാനിവിടെ ഒരു 2 മണിക്കൂർ മാത്രമാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് 250 ml അളവുള്ള ഒരു കപ്പാണ് ഇത്. കപ്പ് കൊണ്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം പഞ്ചസാര ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ അത് ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ പഞ്ചസാരയെല്ലാം ഈ ഒരു കളറിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതാ പഞ്ചസാരൻ്റെ കളറൊക്കെ ഇതാ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പതിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിനെ സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റൗ ഓഫാക്കിയ ശേഷം വേണം നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. കയ്യിൽ തെറിക്കാതെ കുറച്ച് മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വീണ്ടും സ്റ്റൗ കത്തിച്ചിട്ട് 1 മിനിറ്റ് കൂടെ നമുക്കിതിന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിതിങ്ങനെ തിളപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. 1 മിനിറ്റ് ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. 1 മിനിറ്റിന് ശേഷം നമുക്ക് ഈ സിറപ്പിനെ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതിന് ശേഷം ഇനി ഇതിന് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമ്മളുടെ പഞ്ചസാര സിറപ്പ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അതാ ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നല്ലൊരു തേനിൻ്റെ പരുവത്തിലായിട്ട് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അല്പം പട്ടൻ്റെ പൗഡറാണ് കേട്ടോ. പട്ടൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ഇതാ ഒരു ചെറിയ കഷ്ണം പട്ടനെ നമുക്ക് ഈ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചീവിയെടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ പട്ടൻ്റെ പൗഡറാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ പൊടിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ 1/2 ടീസ്പൂൺ നമുക്ക് പട്ടൻ്റെ പൗഡർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂണിനേക്കാളും അല്പം കൂടി കുറവായിട്ടുള്ളൊരു ജാതിക്കൻ്റെ പൗഡർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഇതാ ജാതിക്ക എടുത്തിട്ട് ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അത്രയും മതി കേട്ടോ. അങ്ങനെ ഇതാ പട്ടയും ജാതിക്കൻ്റെയും പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 2 ഗ്രാമ്പൂവിൻ്റെ പൗഡറും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ കുക്കർ എടുക്കുക. ഞാനിവിടെ 3 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കതിനെ ഒന്ന് ബട്ടറൊക്കെ തേച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറോ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. കേക്ക് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പറും വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് ആദ്യം കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അതിൻ്റെ റൗണ്ട് ഷേപ്പായിട്ടുള്ളൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ ഈ സൈഡിലും കൂടിയിട്ട് നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ എല്ലാ ഭാഗത്തേക്ക് 2 ഭാഗത്തേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്കിന് നല്ലൊരു ഷേപ്പും കിട്ടും നമുക്ക്. കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമുക്ക് അതിനുള്ള പാത്രം ഇവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവണം. ഇനി നമുക്കൊരു മിക്സിങ്ങിനായിട്ട് കുറച്ച് അല്പം വലിപ്പമുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 100 ഗ്രാമിൻ്റെ ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ലത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടറായിട്ട് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്കിതുപോലെ നല്ല സോഫ്റ്റായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക.
ബട്ടറൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഞാനിതിൽ പഞ്ചസാര പൗഡറൊന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ പ്ലം കേക്കിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പക്ഷേ ഈ ബട്ടറും ഈ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്ന കാരണം കേക്കിന് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ബട്ടറും മിൽക്ക് മെയ്ഡൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വരുന്ന പോലെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1.5 ടീസ്പൂൺ ജാമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ജാമും കൂടെ ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സായി വരുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരേ സൈഡിൽ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി എടുക്കരുത്. അപ്പോൾ ഇതാ ജാമൊക്കെ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരേ സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ദോശത്തവ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് പ്രീഹീറ്റായിട്ട് കിടക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബട്ടറും മിൽക്ക് മെയ്ഡും ഒക്കെ നല്ലപോലെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 250 ml അളവുള്ളൊരു കപ്പാണ് കേട്ടോ അത്. 1.5 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കണ്ടോ, ചെറിയൊരു സ്പൂൺ എടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. മുട്ട ഒന്നും ചേർക്കാത്ത കാരണം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂണിനേക്കാളും അല്പം കുറവ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പട്ടൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ കുറേശ്ശെ മാവിന് ഇതിലേക്കൊന്ന് ഇതുപോലെ സീവ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കുറേശ്ശെ മാവ് ചേർത്ത് കൊടുക്കുക, മിക്സാക്കുക. ഒന്നിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വീണ്ടും പൗഡർ ചേർത്ത് കൊടുക്കുക, മിക്സാക്കി എടുക്കുക. ഞാനൊരു 3-4 പ്രാവശ്യം ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ഷുഗർ സിറപ്പ് കണ്ടോ, തേന് പോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പതുക്കെ വേണം നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഫാസ്റ്റായിട്ട് ചെയ്യരുത്. ഇതുപോലെ പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഒരേ സൈഡിൽ തന്നെയാണ് നമുക്കിത് മിക്സാക്കി എടുക്കേണ്ടത്. അങ്ങനെ മാവൊക്കെ ഏകദേശം ഇവിടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പ് കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം മിക്സാക്കുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടമായിട്ട് തന്നെ തോന്നും. അത് മിക്സായി വരുമ്പോൾ എല്ലാം കൂടി നല്ല സോഫ്റ്റായിട്ടുള്ള ബാറ്ററായിട്ട് മാറും കേട്ടോ. കണ്ടില്ലേ, മാവ് എല്ലാം കൂടി നന്നായി മിക്സാക്കി വന്നപ്പോൾ അല്പം സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും കട്ടി പാടില്ല. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അല്പം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് ഉള്ള ബാറ്ററാക്കി മാറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഇത്രയും കട്ടിയായിട്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ പ്ലം കേക്ക് ശരിയായിട്ട് ബേക്കായിട്ട് വരില്ല കേട്ടോ. മതി. ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുക്കർ ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സാക്കിയ ഉടനെ തന്നെ നമുക്കിതിന് കേക്കിൻ്റെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ബട്ടറൊക്കെ ചേർക്കുന്നത് കാരണമാണ് നമ്മൾ മാവ് ഇത്രയും നല്ലൊരു കട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് ബേക്കായി വരുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ കുക്കറിൽ ബാറ്ററൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ബേക്കായിട്ട് വരുമ്പോൾ മുകളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ദോശത്തവൻ്റെ മേലേക്ക് ഈ കുക്കർ വെച്ച് കൊടുക്കാം. അതിന് ശേഷം വിസിൽ മാറ്റി കൊടുക്കാം. അതിൻ്റെ വാഷർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ചു കൊടുത്ത ശേഷം ആദ്യം ഒരു 5 മിനിറ്റ് നമുക്ക് ലോവിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം 45 തൊട്ട് 50 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ 45 മിനിറ്റിന് ശേഷം കുക്കറിൻ്റെ ഇതിൽ കൂടെ അങ്ങോട്ട് സ്റ്റീം വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെച്ച ശേഷം നമുക്കതിനെ ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ കേക്കൊക്കെ ഇവിടെ നല്ലപോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ക്രൂവർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. മാവിൻ്റെ അംശമൊന്നും ഇല്ലെങ്കിൽ കേക്കെല്ലാം നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ഇനി നല്ലപോലെ തണുത്ത ശേഷം വേണം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ കേക്കൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പറൊക്കെ നമുക്കിതുപോലെ അങ്ങ് എടുത്ത് കൊടുക്കാം.
അങ്ങനെ അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്